ശ്രീ പി ചിത്തരഞ്ജൻ, അങ്ങേക്ക് 10 മിനിറ്റ്. സർ, ഞാൻ ഈ ഉപജനാഭ്യർത്ഥനയെ പിന്തുണയ്ക്കുകയാണ്. സർ, ഈ സത്യം ചെരിപ്പിടാൻ തുടങ്ങുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിരിക്കുമെന്നത് ഈ സഭയിലും പുറത്തും പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രചരണങ്ങളും എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം സംസാരിച്ച ശ്രീ സിദ്ദിഖിനും വസ്തുത എന്താണെന്നറിയാം. പക്ഷേ ഒരു ഉണ്ടയില്ലാത്ത വെടി അത് പൊട്ടിച്ചിട്ടങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ കേരളത്തിലെ ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ സന്ദർഭത്തിലും ചില മാധ്യമങ്ങളുടെ വാർത്തകളെയും അതുപോലെ തന്നെ ചില പ്രചരണങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് തങ്ങളുടെ ചുമതല നിർവഹിച്ചുകൊണ്ടേയിരിക്കുക. ഇവിടെ നമ്മൾ സാധാരണ പറയാറുണ്ട്, ശൂന്യതയിൽ നിന്ന് ഭസ്മത്തെ തൊട്ടിട്ട് ആപ്പിൾ വരെ സൃഷ്ടിക്കുന്ന ചില ആൾദൈവങ്ങളെക്കുറിച്ച്. സത്യത്തിൽ ആ ആൾദൈവങ്ങളുടെ മെയ്വഴക്കത്തോടും വാമുഴക്കത്തോടും കൂടിയാണ് നമ്മുടെ മാധ്യമങ്ങൾ പല വാർത്തകളും ഈ അടുത്ത കാലത്തായി ഈ കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങ് അതേപടി വിഴുങ്ങി അത് ഇവിടെ വന്ന് ഈ സഭയിൽ അവതരിപ്പിച്ച് ഓരോ ദിവസക്കാരും കൃതാർത്ഥരായിക്കൊണ്ടിരിക്കുന്ന ചുമതല മാത്രമാണ് ഈ കേരളത്തിലെ പ്രതിപക്ഷം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രചാരവേലകൾ ഇല്ലെങ്കിൽ, ഇവർ ഈ മാധ്യമങ്ങളുടെ സഹായമില്ലെങ്കിൽ ഈ കേരളത്തിൽ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളതൊന്ന് ആലോചിച്ചേ. ഇവിടെ CPM-നെതിരായി, കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി, ഗവൺമെന്റിനെതിരായി എന്തെല്ലാം നിലയിലുള്ള വാർത്തകളാണ് അവർ പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യത്തിൽ ചില മാധ്യമങ്ങൾ അവരുടെ തെറ്റ് തിരുത്തുവാൻ തയ്യാറാകുന്നു എന്ന നിലയിൽ ചില വാർത്തകൾ വരുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന പ്രതിപക്ഷം തങ്ങൾക്ക് പറ്റിയ തെറ്റ് ഏതെങ്കിലും സമയത്ത് ഒന്ന് തിരുത്താൻ തയ്യാറായിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാവിലത്തെ അടിയന്തര പ്രമേയം എന്തിൻ്റെതാണ്? ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്. അരൂരിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സംഭവം ഞാൻ ആവർത്തിക്കുന്നില്ല. അതിലെവിടെയാ രാഷ്ട്രീയമുള്ളത്? അവിടെ പോലീസ് എന്താ ചെയ്യാതിരുന്നത്? പോലീസ് കേസെടുത്തില്ലേ? കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തില്ലേ? CPM-ന് എന്ത് ബന്ധമാണുള്ളത്? പക്ഷേ എന്തോ പർവ്വതീകരിച്ചുകൊണ്ട് ഇവിടെ അവതരിപ്പിച്ചു. ഇവിടെ ഇരുന്നവർക്കറിയാം ഒന്നുമില്ല എന്ന്. പക്ഷേ മാധ്യമങ്ങൾ നോക്കുന്നവർക്ക് എന്തോ വലിയ സംഭവം ഉണ്ടായിരിക്കുന്നു. ഈ ഗവൺമെന്റിന്റെ കീഴിൽ ഇവിടെ സ്ത്രീകൾക്ക് രക്ഷയില്ല, കുട്ടികൾക്ക് രക്ഷയില്ല എന്ന പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള പ്രചരണമല്ലേ അവർ നടത്തുവാൻ തയ്യാറായിട്ടുള്ളത്? ഇന്നലത്തെ അടിയന്തര പ്രമേയം എന്തുവാ? അടിയന്തര പ്രമേയം കഴിഞ്ഞതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷൻ PSC-യാണ്. ആ PSC-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ കൃത്യതയോടുകൂടെ അത്രയും സമയം മറുപടി പറഞ്ഞതാണ്. പക്ഷേ അതിൻ്റെ അവിടെ ഒരു ഉന്നമുണ്ട്. എന്താ ഉന്നം? അവിടെ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി, നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയെ അനാവശ്യമായി അതിലേക്ക് വലിച്ചിഴക്കുകയാണ്. അതാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ലക്ഷ്യമാക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളുടെ ഭാഗമാണ് ഈ പ്രചാരവേല എന്ന് ഈ കേരളം മനസ്സിലാക്കുന്നുണ്ടെന്നുള്ള കാര്യം അവർ ഓർക്കണം. ഞാൻ ചോദിക്കട്ടെ, അതിനകത്ത് CPM-ന്റെ ആരെങ്കിലും നേതൃത്വത്തിലുള്ളവർ ഏതെങ്കിലും ഒരു നയാ പൈസ വാങ്ങിയെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? പക്ഷേ ഇവിടെ വന്ന് പരിഹരിക്കുകയാണ്. വൈകുന്നേരം ചർച്ചയാണ്, അന്തിച്ചർച്ചയാണ്, പത്രവാർത്തയാണ്, അവർ കൃതാർത്ഥരായി പോവുകയാണ്. മറ്റൊരു കാര്യം എന്താണ്? നമുക്കറിയാലോ എന്തെല്ലാം പ്രചാരവേലയാണ് ഈ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ളത്. 8 വർഷക്കാലമായി കേരളത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേട്ടയാടുകയല്ലായിരുന്നു. ED-യെ സംബന്ധിച്ച് എല്ലാ ഏജൻസികളും ഇവിടെ ചുറ്റിക്കറങ്ങിയില്ലേ? എന്തെങ്കിലും ഒരു തുരുപ്പെങ്കിലും അവർക്ക് പിടിക്കാൻ കഴിഞ്ഞോ? കിട്ടാൻ കഴിഞ്ഞോ? കേരളത്തിന് മുഖ്യമന്ത്രിയെ ഉന്നം വെച്ചുകൊണ്ട് 8 വർഷക്കാലമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കം പക്ഷെ ഒന്നും വിജയിച്ചില്ലല്ലോ. ഒരു കേസും എടുത്തില്ലല്ലോ. ഒരു കേസും എടുക്കാൻ കഴിയില്ലല്ലോ. ഈ സഭയുടെ മുന്നിൽ അദ്ദേഹം 2 കൈ ഉയർത്തി തന്നെ പറഞ്ഞു, എൻ്റെ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തൊടാനൊക്കില്ല. നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താമെന്ന് നിങ്ങൾ ധരിക്കണ്ട. നിങ്ങൾ ഈ മാധ്യമങ്ങളുടെ പിന്നാലെ പോയിക്കോ. ബാർ വിവാദം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. എന്താ ഇപ്പം മിണ്ടാത്തത്? എന്തിനാണ് ടൂറിസം മന്ത്രിയെ അതിനകത്ത് ഇടപെട്ടതല്ലേ ചോദിച്ചത്?
അതിനു മുമ്പുള്ള ചരിത്രങ്ങളെല്ലാം വെച്ച എങ്ങനെയാണ് ഈ ബാറിന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്നുള്ളതെല്ലാം സൂചിപ്പിക്കപ്പെട്ടപ്പോൾ തീർന്നു. യൂത്ത് കോൺഗ്രസിന്റെ സമരം അവിടെ പോയി. ഒരു കാര്യവുമില്ലാതെ ഇല്ലാത്ത പഴയകാലത്തെ മാർക്കോണിയുടെ വിവാദത്തെ ഓർത്തുകൊണ്ട് ഈ കേരളത്തിൽ ആളിക്കത്തിക്കാമെന്നാണ് അവർ ശ്രമിക്കുന്നത്. അതല്ലേ നടക്കുന്നത്. ഇവിടെ ഈ അടുത്ത ദിവസക്കാലം KSEB വൈദ്യുതി വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടായല്ലോ. വലിയ ചർച്ചയാണെന്നുള്ള മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. എന്നാൽ അവിടെ അക്രമം നടത്തിയത് ആരാണ്? ആ അക്രമം നടത്തിയ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ചെയ്തിയെക്കുറിച്ച് ഇവിടെ ചർച്ചയുണ്ടോ? SFIയുടെ കുട്ടികൾക്ക് ഒരു ബന്ധമില്ലെങ്കിൽ പോലും SFIയുടെ ഒരു അനുഭാവി ഉണ്ടെങ്കിൽ ഒരു വലിയ വാർത്തയാണ്. DYFI ആണെങ്കിൽ വലിയ വാർത്തയാണ്. എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ ആള് കാട്ടിക്കൂട്ടിയ ആ ആക്രമത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ചർച്ചയുണ്ടോ? വൈകുന്നേരത്തെ ചർച്ചയില്ല. പക്ഷേ ഇവിടെ പ്രതിപക്ഷം അതുമെല്ലാം അവരുടെ ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വാർത്തകൾക്കനുസരിച്ച് മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. എത്ര ദിവസമാണ് ഈ സഭയിൽ AKG സെന്റർ പിടിക്കുമോ? കിട്ടിയോ? പ്രതിയെ കിട്ടിയോ? ചോദ്യമായിരുന്നല്ലോ. പ്രതിയെ കിട്ടിയല്ലോ. കിട്ടിയിട്ട് എന്തായി? ഇപ്പൊ ചർച്ചയുണ്ടോ? ഇപ്പൊ മിണ്ടുന്നുണ്ടോ? എത്ര ദിവസക്കാലം അടിയന്തര പ്രമേയവും ഏതെല്ലാം നിലയിലാണ് കേരളത്തിലെ ഗവൺമെന്റിനെ ആക്ഷേപിക്കുവാൻ നോക്കിയിട്ടുള്ളത്? ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചു വരുന്നു സാർ. ഇവിടെ വസ്തുതകളിലേക്ക് കടക്കുന്നില്ല. ഈ കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകാനുള്ള അർഹതപ്പെട്ട വിഹിതമാണ്. നമ്മൾ മലയാളി എന്നുള്ള നിലയിൽ ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ്. അത് തരാതിരിക്കുമ്പോൾ അത് വാങ്ങിയെടുക്കുവാൻ വേണ്ടി ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് വിവാദങ്ങളുണ്ടാക്കി, അനാവശ്യ വിവാദങ്ങളുണ്ടാക്കി ഈ കേരളത്തിലെ വികസനത്തെയും പുരോഗതിയെയും തടസ്സപ്പെടുത്താനല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ്? ഒരു പ്രചരണമുണ്ട്, കേരളം കടമെടുത്ത് മുടിഞ്ഞു. ഇനി കേരളത്തിന് കടമെടുക്കാൻ ഒക്കില്ല. സാർ, ഇന്നലെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി വളരെ കൃത്യതയോട് അദ്ദേഹം സംസാരിച്ചു. ഇനിയും അദ്ദേഹം സംസാരിക്കും. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അർഹതപ്പെട്ട 13,609 കോടി രൂപ അതിൻ്റെ വായ്പാനുമതി കേന്ദ്രം നിഷേധിച്ചിരിക്കുകയല്ലേ സാർ? അതേ സമയത്ത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇതിനുള്ള അവകാശം കൊടുത്തിരിക്കുകയല്ലേ സാർ? ഇപ്പോഴെന്താ, ഈ പണം നമുക്ക് കടമെടുക്കാൻ കഴിയാത്തതിൻ്റെ ഫലമായി നമുക്ക് പല പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. ഇവിടെ സ്ഥിതി കിടക്കം പറഞ്ഞല്ലോ, ചില കുടിശ്ശികൾ കൊടുത്തീർക്കാനുള്ളതാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, 19,800 കോടി രൂപ കഴിഞ്ഞ വർഷം കടമെടുത്തു. നമ്മൾ 7,200 കോടി രൂപ തിരിച്ചടച്ചു. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ കടം എത്രയാ? തമിഴ്നാട് 87,000 കോടി, മഹാരാഷ്ട്ര 72,000 കോടി, ബംഗാൾ 63,000 കോടി, ആന്ധ്ര 57,478 കോടി, UP 55,612 കോടി, രാജസ്ഥാൻ 46,057 കോടി, ഹരിയാന 45,188 കോടി, ഗുജറാത്ത് 43,000 കോടി. ഇതെല്ലാം മറച്ചു വെക്കുകയല്ലേ സാർ? ഇവരെല്ലാം ഈ കടമെടുത്തുകൊണ്ടാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോകുന്നത്. നമുക്ക് പോകാൻ കഴിയുന്നില്ല. ഇവിടെ തന്നെ ഇതിലെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ സഭയിൽ സംസാരിച്ച ആരെങ്കിലും അപ്പുറത്തിരിക്കുന്ന ഒരാൾ നമുക്ക് കിട്ടേണ്ട ന്യായമായ ഈ പറഞ്ഞിട്ടുള്ള കടമെടുക്കുന്ന പോട്ടെ, നമുക്ക് 4,000 കോടി അടുത്ത തുക കേന്ദ്രത്തിന് കുടിശ്ശികയില്ലേ? ഇന്ന് എന്താ സ്ഥിതി? NHMൽ പ്രവർത്തിക്കുന്നവർക്ക് ശമ്പളമില്ല. ഗവൺമെന്റ് കൊടുക്കുകയാണ്, സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുകയാണ്, ഈ കേരളത്തിലെ ഗവൺമെന്റ് കൊടുക്കുകയാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഒരു കാലത്ത് 90% വരെ കേന്ദ്രത്തിന് ഇന്ന് സാർ അത് കിട്ടുന്നത് കേവലം 60% മാത്രമാണ്. ആ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം വെട്ടിക്കുറയ്ക്കല്ലേ? നമുക്ക് സപ്ലൈക്കോ നെല്ല് സംഭരണം പൈസ കിട്ടാനുണ്ട്. എത്രയാ കേന്ദ്രം തരാനുള്ളത്? 1,200 കോടി. നമ്മുടെ ഹെൽത്ത് ഗ്രാന്റ് 725 കോടി. ഞാൻ എല്ലാം ഓരോന്നോരോന്നായി അവതരിപ്പിക്കല്ലേ സാർ? എന്തിനേറെ, ഉച്ചഭക്ഷണ പദ്ധതിയുടെ കാശ് പോലും കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ല. ആ കേന്ദ്രത്തെക്കുറിച്ച് അവർ ആ പണം തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ അവകാശത്തിന് വേണ്ടി ശബ്ദിക്കുവാനുള്ള ബാധ്യതയില്ലേ? ആ ബാധ്യതയാണോ ഇവിടെ പ്രതിപക്ഷം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ പ്രതിപക്ഷം അതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറിച്ച് ഊതി പെരുപ്പിക്കുകയാണ്, കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണ്. ഈ നാട്ടിൽ
കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 8 വർഷക്കാലം കൊണ്ട് സാർ ആരോഗ്യ മേഖലയിൽ എത്രായിരം കോടിയുടെ പദ്ധതിയാണ് സാർ. സാർ പ്ലീസ്. എത്രായിരം കോടിയാ. വിദ്യാഭ്യാസ മേഖല ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ആക്ഷേപിച്ചല്ലോ. ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സമയം കഴിഞ്ഞു. കിഫ്ബി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എത്ര കോടി ഇടുന്നുണ്ട്? ഓരോ മണ്ഡലത്തിലും എത്ര വികസന പ്രവർത്തനമാണ് സാർ? അങ്ങനെ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ക്ഷേമ പ്രവർത്തനങ്ങളിൽ എല്ലാം ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് നൽകാതിരിക്കുന്ന കേന്ദ്ര നയത്തിനെതിരായി ഒന്നിച്ചു നിൽക്കാനാണ് നിങ്ങൾ ഇനിയെങ്കിലും തയ്യാറാകേണ്ടത്. അതുമാത്രമാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഒരിക്കൽ കൂടി ഉപതെരഞ്ഞെടുപ്പ് പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.